ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു പുതിയ ഫയൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാനൊരു 3.5/2 എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 3.5/2. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു രീതിയിലും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന പരിപാടിയില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന മൊത്തം ഈ ഷേപ്സ് ആണ്. ഈ ഷേപ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആദ്യം ഞാനൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എന്ത് പറ്റും, എനിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനൊരു ബ്ലൂ കളർ കൊടുത്തു, കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്ലൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കളർ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, Ctrl+J, എന്നിട്ട് ഞാൻ അതിനെ മൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന കളർ ഏതാ, ഡാർക്ക്. ഞാൻ സ്വല്പം ഒന്ന് ലൈറ്റ് ആക്കുകയാണ്, അല്ലെങ്കിൽ വ്യത്യാസം അറിയാൻ പറ്റില്ല. എന്നിട്ട് ഞാനിതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെടുത്ത് ഇതിൻ്റെ അടിയിലിട്ട് കൊടുത്തു, ഡ്രാഗ് ചെയ്ത് ഈ ഒരു പൊസിഷൻ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു പൊസിഷനിലൂടെ അലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്തു, കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ വെച്ച് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം, Ctrl+J, എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടെ ഇൻറ്റൻസീവ് കുറഞ്ഞ ഒരു കളർ നമുക്കിവിടെ പിടിക്കാം. എന്നിട്ട് അതിനെടുത്ത് അതിനെ താഴെ ഇട്ട് കൊടുക്കുക, Ctrl+T. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl+T അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മുകളിലോട്ട് ആക്കിയാലും മതി. ഇല്ല, നിങ്ങൾക്ക് ഇതാണ് ഫ്രണ്ടിൽ ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നിങ്ങൾക്ക് ഫുള്ളായിട്ടും മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്യുന്നു, ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇതിനെ സെലക്ട് ചെയ്യുക, Ctrl+T അടിച്ചിട്ട് സ്വല്പം കൂടെ താഴെ അടിക്കുക. ഒന്നുമില്ല, വെറുതെ അറേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടി ഇതിൻ്റെ അത് ചെയ്യുന്നില്ല എക്സ്ട്രാ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇതിനെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു, എൻ്റർ കീ അടിക്കുന്നു. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം, നിങ്ങൾക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരച്ചാലും കുഴപ്പമില്ല. അത് ഇങ്ങനെ വരച്ചു, കണ്ടോ, വരച്ചിട്ട് നമുക്ക് വേറൊരു കളർ പിക്ക് ചെയ്യാം. എങ്ങനെ കളർ പിക്ക് ചെയ്യാം, ഒന്നുകിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളർ പിക്ക് ചെയ്യാം. ഇതോ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ ഇത് പിക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് വേറൊരു കളറാക്കാം അതിന്. ഓക്കെ, എന്നിട്ട് ഞാൻ Ctrl+T അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. മീൻസ് ഇതെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. അതങ്ങ് അതിൻ്റെ അടിയിലായിപ്പോയി. ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ സ്വല്പം ചെറുതാക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ വീണ്ടും സ്വല്പം കൂടെ ചെറുതാക്കി ഇങ്ങോട്ട് വലുതാക്കി ഡ്രാഗ് ചെയ്തു, ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഈ ടൂൾ എടുക്കുക, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പം എല്ലാത്തിനും ഒരേ കളർ പാടില്ല. ഈ കളർ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും കൊടുക്കുക. ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഇതിനെ Ctrl+T അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിന് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തു. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഏരിയക്കകത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്ത് എന്ത് പറ്റും, ഇത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ പോയിരിക്കും. കണ്ടല്ലോ, കൺട്രോൾ ഹോൾഡ് ചെയ്ത് ആ പൊസിഷനിൽ പോയിരിക്കും. ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വിടുക. അതാ, കണ്ടോ. അപ്പോൾ നമുക്ക് അത്ര ഏരിയ ഇങ്ങനെ ഒരു അകത്ത് എന്തോ ഉണ്ടെന്നുള്ളൊരു ഫീല് കിട്ടും, ആ ഒരു പെർസ്പെക്റ്റീവ് ഫീല് കിട്ടും. കൺട്രോളിൽ നിന്ന് കൈ എടുക്കരുത്, കൺട്രോൾ നല്ലവണ്ണം ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടും ഇങ്ങനെ ഇരിക്കുന്നൊരു ഫീല് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. യെസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതിനുശേഷം ഇത്രയായപ്പോൾ നമ്മുടെ ഡിസൈൻ ഏകദേശം കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് വലുതാക്കേണ്ടി വരും, അകത്തോട്ട് പോയി. അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഈ ഒരു പൊസിഷനിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കുക.
അപ്പോൾ മൊത്തത്തിൽ മാറുവേ. ഇതും സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്വല്പം കൂടെ അങ്ങോട്ട് അകലത്തിലോട്ട് വയ്ക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ മെയിൻ സംഭവം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വെറുതെ F അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലോഗോ വേണം, ഒരു ടൈറ്റിൽ വേണം അല്ലേ. ഇപ്പം ഒരു എക്സിക്യൂട്ടീവാണ് ഇത് കൊണ്ടുപോകണമെന്ന് വെച്ചോ, ഒരു അനിമേഷൻ കമ്പനിയുടെ എക്സിക്യൂട്ടീവാണ് ഇത് കൊണ്ടുപോകുന്നത്, അവർക്ക് വർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറാണ്, അങ്ങനെ തന്നെ വെച്ചോ, ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ നിങ്ങളൊരു കമ്പനിയിൽ പോയിട്ട് ക്ലയൻറ്റിനെ കാണിക്കുകയാണ് നമ്മളെ വിസിറ്റിംഗ് കാർഡെന്ന് വെച്ചോ. അപ്പോൾ ഗ്രാഫിക് ഡിസൈനറാണ് എൻ്റെ ടൈറ്റിൽ. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഗ്രാഫിക് ഗ്രാഫിക് ഡിസൈനർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വേറൊരു റെക്റ്റാങ്കിൾ ടൂളും കൂടെ വയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു വര ഇങ്ങനെ ജസ്റ്റ് വരച്ചേ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വൈറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വൈറ്റ് ഫില്ല് ചെയ്യാം? ഇവിടെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്താക്കി കൊടുക്കുക, വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അത് വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു ലൈൻ ജസ്റ്റ് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ്സും കാര്യങ്ങളും എല്ലാം സ്വല്പം കുറയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരെണ്ണം വെച്ചു. ഇനി എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യണേ. സോ ഇതിൻ്റെ അകത്ത് മേക്ക്, അല്ലെങ്കിൽ ചെറുതായിട്ട് വയ്ക്കാം, മേക്ക് യുവർ മൂവ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവയ്ക്കുന്നു, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്ത് വയ്ക്കണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. അതിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെറുതാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കുന്ന ആ ഒരു ഫീൽഡ് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ സ്വല്പം കൂടെ ചെറുതാക്കിയാൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇത് 10 ആണ്, നമുക്കതിനെ ഒരു 7 ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് തന്നെ അത് ഇരുന്നോളും. ഓക്കെ, വേണമെങ്കിൽ മാത്രം നിങ്ങൾ തിരിച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇമെയിലും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാം, പേരും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാം. അപ്പോൾ പേര് ഞാനിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ കൊടുക്കാം. കൺട്രോൾ T അടിച്ചിട്ട് സ്വല്പം കൂടെ ഞാനൊന്ന് ചെറുതാക്കി. പേരിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്പറിലും ഇതിലുമാണ് ഇമ്പോർട്ടൻസ്. സോ സ്വല്പം കൂടെ ചെറുതാക്കി. ഓക്കെ, നിങ്ങൾക്ക് ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് മാറ്റാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു നല്ല കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് കൊടുക്കുക. ഞാനൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണ്ട് കൊടുത്തു. അല്ലെങ്കിൽ ഈ ഫോണ്ടും ഇതിന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, അത് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് കൊടുക്കാത്തത്. ഓക്കെ, ഇതിനെയും കുറച്ചും കൂടെ ഒരു ഇതാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ വരും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, കുറച്ചും കൂടെ നല്ലൊരു ഫോണ്ട് കൊടുക്കുക. ഇത് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഫോണ്ട് മാറുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണം നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം മാറ്റാം, അത് പ്രശ്നമില്ല. ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കാം. ഓക്കെ, മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ലോഗോ വയ്ക്കാൻ സ്ഥലമില്ല. ഞാനൊരു ലോഗോയും കൂടെ വയ്ക്കുകയാണ്. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഇപ്പോൾ കമ്പനിയാണെന്നുള്ള പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കണ്ടാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒരു ലോഗോ എന്തെങ്കിലും ഒരു കാര്യം കൂടെ വയ്ക്കാം അതിൻ്റെ അകത്ത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ലോഗോ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരുമേ. ഗ്രാഫിക് ഡിസൈനർ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കേണ്ടി വരും. പിന്നെ നമുക്കതിനെ വലുതാക്കാം. ഓക്കെ, ഈ ലോഗോയും കൂടെ നമുക്കിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന്
ഒന്ന് കൺട്രോൾ ടി അടിച്ചിട്ട് സ്വല്പം ഒന്ന് വലുതാക്കുക, സ്വല്പം മൂവ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പേര് സ്വല്പം കൂടെ ചെറുതാക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ചെറുതാക്കിയാലും കുഴപ്പമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. 8 എന്നുള്ളത് ഞാൻ 7 ആക്കിയ. ഓക്കെ, ഇനഫ്. ഡ്രാഗ് ചെയ്തു, ഞാനിവിടെ വെച്ചു. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ വയ്ക്കാം അല്ലേ? ഫോൺ നമ്പർ വയ്ക്കാം. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. അതിൻ്റെ അകത്ത് ഞാനിപ്പം ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പം ഫോൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് അത് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, പിന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം ഫോൺ നമ്പർ. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്യുക. ഞാൻ എന്തെങ്കിലും നമ്പറിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്യാം. 08 എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഫോൺ നമ്പർ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ സ്വല്പം ചെറുതാക്കി ആവശ്യം. ഓക്കെ, ഇനി മെയിൽ ഐ ഡി, ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി മെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഐക്കൺ? തൽക്കാലം ഇത് വയ്ക്കാം. ഇതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് ചെറുതാക്കി ഇതിനെടുത്ത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ തന്നെ ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. ഇങ്ങനെ വെച്ചു. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഏത് ടൂൾ വെച്ചാൽ ചെയ്തിരിക്കുന്നത്? എല്ലാം ഷേപ്പ് ടൂൾ മാത്രം. ഷേപ്പും പിന്നെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെച്ചിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാം, എക്സ്ട്രാ പല പല കാര്യങ്ങൾ ചെയ്യാം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനെയൊക്കെ നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് ടൂളുണ്ടല്ലോ, നമ്മുടെ പെൻ ടൂളൊക്കെ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ഒക്കെ ചെയ്യാം. ഇവിടെ കൺവേർട്ട് പോയിന്റ് ടൂളൊക്കെ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ റിമൂവ് ഒക്കെ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഈ ഒരു സ്റ്റൈലിലൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അത് വേറെ സ്റ്റൈലിൽ പോകുമ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ചെന്നുള്ള ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ മാറേണ്ടി വരും. ഇതെല്ലാം മൊത്തത്തിൽ മാറും. മനസ്സിലായ സംഭവം? അതേപോലെ കളർ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് കളർ ഫില്ല് ചെയ്യരുത്. ഒരു കളർ നമ്മൾ ഒരു ഇമേജിന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കളർ തന്നെ കൊടുക്കണം. അത്യാവശ്യം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം വൃത്തികേടായി പോകും കാണാൻ. ഓക്കെ.